വംശഹത്യക്കാരനായ ഹിറ്റ്ലറുടെ അന്ത്യം പോലെ തന്നെയായിരിക്കും വംശഹത്യക്കാരനായ നെതന്യാഹുവിൻ്റെയും അന്ത്യമെന്നും തുർക്കി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതോടെ പശ്ചിമേഷ്യ ആകെ സംഘർഷത്തിൻ്റെയും വാക്പോരുകളുടെയും വഴി തുറന്നിരിക്കുകയാണ്. അന്ത്യമെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതിനെ ശക്തമായ ഭാഷയിൽ ഇസ്രായേലും തിരിച്ചടിച്ചിട്ടുണ്ട്. ഉർദുഗാനെ സദ്ദാം ഹുസൈനുമായി താരതമ്യപ്പെടുത്തി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഉരുളയ്ക്കുപ്പേരി പോലെ തുർക്കിയുടെ മറുപടി വന്നിരിക്കുന്നത്. സദ്ദാമിന് എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെ അവസാനിച്ചുവെന്നും ഉർദുഗാന് ഓർമ്മ വേണമെന്നായിരുന്നു കാറ്റ്സിൻ്റെ കുറിപ്പ്. ഇതിനു പിന്നാലെയാണ് തുർക്കി വിദേശകാര്യ മന്ത്രാലയം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അഡോൾഫ് ഹിറ്റ്ലറുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. ജൂതന്മാരെ വംശഹത്യ നടത്തിയ ജർമ്മൻ ഏകാധിപതിയായ ഹിറ്റ്ലർ അവസാനം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നും ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു തുർക്കിയുടെ മറുപടി. വംശഹത്യക്കാരനായ ഹിറ്റ്ലറുടെ അന്ത്യം പോലെ വംശഹത്യക്കാരനായ ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ അന്ത്യവും സംഭവിക്കും. വംശഹത്യ നടത്തിയ നാസികളെപ്പോലെ പലസ്തീനികളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ഉത്തരവാദികളും മനുഷ്യത്വം പലസ്തീനികൾക്കൊപ്പം നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് പലസ്തീനികളെ നശിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രസിഡന്റ് മനുഷ്യത്വത്തിൻ്റെയും മനസാക്ഷിയുടെയും ശബ്ദമാണ്. ഈ ന്യായമായ ശബ്ദം അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർ, പ്രത്യേകിച്ച് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സയനിസ്റ്റുകൾ വലിയ പരിഭ്രാന്തിയിലാണ്. എല്ലാ വംശഹത്യ കുറ്റവാളികളുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും ചരിത്രം ഒരുപോലെയാണ് അവസാനിച്ചതെന്നും തുർക്കി വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട്. പലസ്തീനിലെ ക്രൂരമായ ആക്രമണം തടയാൻ ഇസ്രായേൽ തങ്ങൾ ഇടപെടുമെന്നും തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാൻ പറഞ്ഞതിന് പിന്നാലെയാണ് ഉർദുഗാന് സദ്ദാമിൻ്റെ ഗതി വരുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ലിബിയയും നാർഗോണോ കറാബക്കിലും ചെയ്തതുപോലെ തുർക്കി ഇസ്രായേലിലും ഇടപെടുമെന്നാണ് ഉർദുഗാൻ പറഞ്ഞത്. പലസ്തീന് നേരെ ഇസ്രായേലിന് ഇത്തരം ആക്ഷേപകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത വിധം നമ്മൾ വളരെ ശക്തരായിരിക്കണം. കറാബാക്കിലും ലിബിയയിലും നാം ഇടപെട്ടതുപോലെ ഇസ്രായേലിലും ചെയ്തേക്കാമെന്നും അദ്ദേഹം ജന്മനാടായ റൈസിൽ ഭരണകക്ഷിയായ AK പാർട്ടിയുടെ യോഗത്തിൽ പറയുന്നുണ്ട്. ഇത് ചെയ്യാതിരിക്കാൻ നമുക്ക് ഒരു ന്യായവുമില്ല. നടപടി സ്വീകരിക്കാൻ നാം ശക്തരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതിനിടെ മധ്യ ഗാസയിൽ നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന ഇസ്രായേൽ സൈന്യത്തിൻ്റെ അന്ത്യശാസനം വന്നിരിക്കുകയാണ്. ഗാസയുടെ ഏകദേശം 86% പ്രദേശങ്ങളിലും ഇസ്രായേലിൻ്റെ ആക്രമണ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതായാണ് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി പറയുന്നത്. ഇസ്രായേൽ ഞായറാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവിന് പിന്നാലെ ബുറൈജ്, നുസീരിയത് ക്യാമ്പുകളിൽ നിന്ന് ആയിരങ്ങളാണ് ജീവൻ രക്ഷാർത്ഥം പലായനം ചെയ്യുന്നത്. പലതവണയായി പലായനത്തിന് വിധേയരായവരാണ് ഈ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നത്. ജൂലൈ 22-നും 25-നും ഇടയിൽ ഏകദേശം 12,600 പേരാണ് ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് കുടിയിറക്കപ്പെട്ടത്. കിഴക്കൻ ഖാൻ യൂനിസ് ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടതിനെ തുടർന്ന് പലായനം ചെയ്യാൻ കഴിയാതിരുന്നവർ ഒരാഴ്ചയിലേറെയായി ഭക്ഷണവും വെള്ളവും മരുന്നും ഇല്ലാതെ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. സഹായ വിതരണ ഏജൻസികൾക്ക് പോലും അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്തത്ര അവസ്ഥയും നിലവിലുണ്ട്. ഇസ്രായേൽ സൈന്യം അവിടെ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അടക്കം ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഇസ്രായേലി യുദ്ധ ടാങ്കുകൾ തെക്കൻ ഖാൻ യൂനിസ് നഗരത്തിലേക്ക് നീങ്ങുന്നതായാണ് ഏറ്റവും പുതിയ വിവരം. ഒപ്പം ബുറൈജ്, നുസീരിയത് ക്യാമ്പുകളിലും ഗാസ നഗരത്തിലുമൊക്കെ വ്യോമാക്രമണവും ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 24 മണിക്കൂറിനിടെ ഏകദേശം 66 പേരാണ് ഗാസയിൽ പലയിടങ്ങളിലായി കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7-ന് പിന്നാലെ ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കുറഞ്ഞത് 39,324 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 90,83,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ കയ്യേറിയ ഗോലാൻ കുന്നുകളിൽ ശനിയാഴ്ച നടന്ന മിസൈൽ ആക്രമണത്തിന് പിന്നാലെ യുദ്ധഭീതിയിലാണ് പശ്ചിമേഷ്യ. കുട്ടികളടക്കം 12 പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് പിന്നിൽ ഇറാൻ പിന്തുണയുള്ള ലെബനൻ സായുധ വിഭാഗം ഹിസ്ബുള്ളയാണെന്ന് ഇസ്രായേൽ വാദം. എന്നാൽ ഹിസ്ബുള്ള ആരോപണം നിഷേധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലും ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ മറുപടി നൽകുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ ഉള്ളത്. അമേരിക്കൻ സന്ദർശനത്തിലായിരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു സംഭവത്തിന് പിന്നാലെ യാത്ര അവസാനിപ്പിച്ച് മടങ്ങിയെത്തിയിരുന്നു. ഹിസ്ബുള്ളയോട് എപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാൻ രാജ്യത്തിൻ്റെ സുരക്ഷാ ക്യാബിനറ്റ് തനിക്കും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും അധികാരം നൽകിയിട്ടുണ്ടെന്ന് നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ്. ഒരു മുഴുനീള യുദ്ധത്തിലേക്ക് വേണ്ടി വന്നാൽ കടന്നേക്കുമെന്ന തരത്തിലാണ് ലെബനൻ ഇസ്രായേൽ മന്ത്രിമാരുടെ പ്രതികരണവും പുറത്തുവന്നത്. ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കണമെന്ന് ഫ്രാൻസും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ തങ്ങളുടെ പൗരന്മാരോട് ലെബനിൽ നിന്ന് മാറാൻ നോർവേ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധം കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാടാണ് അമേരിക്കയും UK-യും സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ലെബനന് നേരെ ആക്രമണമുണ്ടായാൽ അവരെ പിന്തുണയ്ക്കുമെന്ന് ഈജിപ്തും ജോർദാനും ഇറാനും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.